അവരോട് പറഞ്ഞാൽ അവരത് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. പോയിരുന്നാലോ ഇനി വാ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കള്ളി എത്തുന്ന കാഴ്ചയും കാണണം. ഇതുവരെ കാണാൻ പറ്റില്ല, കാണാൻ പറ്റുമല്ലോ കാണുക. നമ്മളെ അങ്ങനെ കള്ള് ചെത്തുന്നത് കാണാനായിട്ട് വന്നതാണ്. കള്ള് ചെത്തി ഇറക്കുന്ന കാഴ്ചകൾ കണ്ടു. ഒരു സ്വല്പം രുചി നോക്കാനാണ് കേട്ടോ. ഓ, നല്ല മധുരക്കള്ള്, അതും ഒരു ചെറിയ ഒരു ഗ്യാസ് ഉണ്ട് അല്ലേ? ആ ഗ്യാസ് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുക. ഇപ്പൊ ചെത്തി ഇറക്കിയ കള്ളല്ല, ഇപ്പൊ ചെത്തി ഇറക്കുന്നില്ല അല്ലേ? ഇപ്പൊ കാലത്തും വൈകിട്ടും 2 നേരം ഇറക്കത്തുള്ളൂ. 2 നേരം കാലത്ത് ഇറക്കുകയുള്ളത്. ഇതിപ്പോ ഉച്ചയ്ക്ക് ചെത്താൻ കയറിയിരുന്നു, അതിന്റെ വിഷ്വൽസ് നമ്മൾ എടുത്തു. ഇനിയിപ്പം വൈകിട്ട് ഇറക്കും. ഇത് കാലത്ത് ഇറക്കി വണ്ടി പോയ ശേഷം ഒരുത്തെങ്കിലും മിച്ചം ഉണ്ടായിരുന്നു, ഒരുത്തെങ്കിലും കള്ള് അത് ബാലൻസ് വന്ന് കഴിക്കാനും അവർക്ക് മറ്റുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി വെച്ചത്. ഇങ്ങനെ നമുക്ക് കള്ള് വിൽക്കാൻ പറ്റുകയില്ല, ഇങ്ങനെ പുറത്തൊന്നും വിൽക്കാൻ പറ്റുകയില്ല. ഇതൊരു സ്വല്പം രുചി നോക്കാനായിട്ട് അനിലേട്ടൻ എനിക്ക് തന്നതാണ്. അങ്ങനെ രുചി നോക്കിയതാണ്. ഇവിടെ ഈ ഭാഗത്ത് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തെങ്ങുംതോപ്പ് തന്നെയാണ് അല്ലേ? ഇവിടെ ആ ചേട്ടനും ചേച്ചിയുടെയും തെങ്ങുംതോപ്പാണല്ലേ ഭൂപതിരാജൻ എന്ന് പറഞ്ഞ? ഭൂപതിരാജൻ ചേട്ടന്റെ തെങ്ങുംതോപ്പാണ്. അവർക്ക് കുറെ പശുവും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കൃഷി എന്ന് പറയുന്ന തെങ്ങാണ് മെയിനായിട്ട് അല്ലേ? തെങ്ങാണ്. നമ്മൾ ഇച്ചിരി ഒന്ന് പൊങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡാമിന്റെ ഒരു കാശ്മീർ ഏരിയ ഒക്കെ ആണ്. അതേത് ഡാം? അത് വെങ്കലക്കായ ഡാം. അതിനകത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ചുറ്റുവട്ടത്ത് മുഴുവൻ തെങ്ങും തോപ്പുകളാണ്. ആ കൂടെ ഇവിടെ വന്ന് ഒരു സ്വല്പം കള്ള് രുചിച്ചു നോക്കി. ഇനി നമ്മൾ തിരിച്ചു പോയി നല്ല കള്ള് ഷാപ്പിലെ രുചികൾ ആസ്വദിക്കുകയാണ്. അല്ലേട്ടാ, താങ്ക്സ് കേട്ടോ. കയ്യിൽ കള്ളാണ് അപ്പം. ഓക്കെ, അറിയില്ല.